എന്താടി നിന്നെ കുറിച്ച് ആൾക്കാർ എന്തൊക്കെയോ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ? നിന്റെ പുറകെ ഏതൊക്കെ ചെക്കൻ നടക്കുന്നുണ്ടെന്നോ എന്തല്ലാന്ന് നീ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ പറഞ്ഞുകൂടെ? ഇതൊക്കെ ആരാ അമ്മൻ്റെ അടുത്ത് പറയുന്നേ? അസൂയോണ്ട് പറയുന്ന അമ്മയ്ക്ക് അറിയില്ല എന്നെ. നാട്ടുകാരങ്ങനെ വെറുതെ പറയില്ലല്ലോ. മീനു നീ കാര്യം പറയേ. അതമ്മേ, അവരെ മക്കളൊക്കെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച് കുട്ടികളും മക്കളെ കഷ്ടപ്പെടുന്നത് കാണുമ്പോ ഞാനിങ്ങനെ സൂചിച്ച് നടക്കുകയാണല്ലോ, അപ്പൊ അവർക്ക് ചെറിയ അസൂയൊക്കെ തോന്നും, അതുകൊണ്ട് പറയുന്നതാ. അല്ല മോളെ, ഞാനും ഒന്ന് ചോദിക്കട്ടെ, എനിക്ക് കല്യാണ പ്രായം കഴിഞ്ഞില്ലേ? എനിക്ക് എവിടെയും പോകാൻ വഴിയില്ല. ആൾക്കാർ ചോദിക്കുക എന്താ മോളെ കല്യാണം കഴിച്ചു കൊടുക്കില്ലേ, കല്യാണം കഴിച്ചു കൊടുക്കില്ലേ, വീട്ടിൽ തന്നെ ഇരുത്തുകയാണോ ചോദിച്ചിട്ട് ഞാൻ അവരോടൊക്കെ എന്താ മറുപടി പറയുന്നത്? നീ എൻ്റെ അടുത്തൊന്ന് പറയ്. അമ്മ അവരുടെ അടുത്ത് ധൈര്യമായിട്ട് പറയും, എന്റെ മകൾ ഇപ്പൊ കല്യാണം കഴിക്കുന്നില്ല, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഈ കുട്ടി എന്തൊക്കെയാ പറയുന്നത്? നാട്ടുകാർ പറയുന്നത് കാര്യമല്ലേ? എനിക്ക് 10-30 വയസ്സ് കഴിഞ്ഞില്ലേ? ഇനി കല്യാണം വരാൻ രണ്ടാം കെട്ടുകാരനാ വരിക, കുട്ടിയും മക്കളൊക്കെ ഉള്ള ചെക്കൻ. അത് മതിയോ? അമ്മേ, സമയമാകുമ്പോ അതൊക്കെ അങ്ങോട്ട് നടക്കും. അമ്മ വെറുതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇനി ഈ കുട്ടിനോട് ഞാൻ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക ദൈവമേ? മോളെ, പിന്നെ അച്ഛൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ഒരു മോനുണ്ട് അത്രേ, നല്ല ചെക്കനാണ്, നല്ല ജോലിയാണ് കമ്പനിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാമിലിയും കുഴപ്പമില്ല. അത് മോളോടൊന്ന് പറയാൻ പറഞ്ഞു അച്ഛൻ. നമുക്കത് നോക്കിയാലോ? അമ്മേ, ഞാൻ ഓരോ കാര്യവും നല്ലോണം ആലോചിച്ചിട്ട് എന്നെ അമ്മൻ്റെ അടുത്ത് പറയുന്നത്. നമ്മൾ കുറേ കാലം ഗുജറാത്തിലല്ലേനോ, നമ്മൾ ആകെപ്പാടെ അവിടെ പോയിട്ട് സമ്പാദിച്ച ഈ ഒരു വീട് മാത്രം. എത്ര കട ഇനി ബാക്കിയുണ്ട്? അമ്മേ, എനിക്ക് ജോലി കിട്ടിയിട്ട് 3 വർഷമായിട്ടുള്ളൂ. പിന്നെ അച്ഛനാണെങ്കിൽ ഗുജറാത്തിൽ വളരെ ചെറിയ ശമ്പളമല്ലേ ഇപ്പം ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടെങ്കിലും അവിടെയുള്ള ആൾക്കാർ എൻ്റെ ശമ്പളം ഇങ്ങോട്ടേക്ക് തരാൻ പറഞ്ഞാൽ സമ്മതിക്കോ? എനിക്ക് തോന്നുന്നില്ല അത്. എല്ലാവരും നമ്മളെപ്പോലെയാണോ അമ്മേ? ഞാനിപ്പോൾ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഇവിടെ എന്തെങ്കിലും തന്നാൽ അവർ പ്രശ്നം ഉണ്ടാക്കിയാലോ? എനിക്ക് പിന്നെ അവിടെ സമാധാനം ഉണ്ടാവുമോ? അമ്മേ, ഞാനൊരു 2 വർഷം കൂടി ജോലിക്ക് പോട്ടെ, എന്നിട്ട് അമ്മൻ്റെ അച്ഛൻ്റെയും പേരിൽ നല്ലൊരു സമ്പാദ്യം മാറ്റി വെക്കാൻ എനിക്ക് പറ്റും. അത് കഴിഞ്ഞിട്ട് മതി അമ്മേ കല്യാണം. നിങ്ങൾ എന്നെ അത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതല്ലേ. മോളെ, എനിക്കും അച്ഛനും വേണ്ടി നിന്റെ ജീവിതം ഇല്ലാണ്ടാക്കണ്ട. ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞു പോകാം. എൻ്റെ മോളൊന്ന് കല്യാണം കഴിഞ്ഞ് നന്നായിട്ട് ഇരുന്നാൽ മതി, അത് മാത്രം എനിക്ക് കണ്ടാൽ മതി. ആരാ ബെല്ലടിക്കുന്നത് നോക്കട്ടെ. ഞാൻ എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് എന്താ മനസ്സിലാവാത്തത്? ആ രാഘവേട്ടാ, ഇവരിക്കെ. നിന്റെ മോള് വന്നാ? അവളെ കാണാണ്ട് വന്നതാ. അവള് വന്നിട്ടുണ്ട് രാഘവേട്ടാ. എന്തേ അവളെ കാണേ? നിന്റെ മോൾ എന്താ ചെയ്തത്? നിനക്ക് എന്റെ മോൾ എന്ത് ചെയ്തു? അവളിപ്പോ ജോലി കഴിഞ്ഞ് എത്തിയുള്ളൂ. അവളിവിടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്താ രാഘവേട്ടാ? ഒരു ഹോട്ടലിന്റെ മുന്നിൽ വെച്ചിട്ടേ ചെക്കനെ അടിക്കാൻ പോയിന്ന്. എന്തൊക്കെയാ രാഘവേട്ടൻ പറയുന്നത്? എന്റെ മോള് വേറൊരു ചെക്കനെ അടിക്കാൻ പോകുകയെ? അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ആള് മാറിയിട്ടുണ്ടാവും. ഞാൻ വേണമെങ്കിൽ അവളെ വിളിക്കാം. മീനു, മീനു ഒന്ന് ഇങ്ങോട്ട് വാ. എന്താ അമ്മേ? ഇതാര് രാഘവേട്ടനോ? രാഘവേട്ടൻ അടുത്ത ആലോചനയായിട്ട് വന്നതാ? രാഘവേട്ടൻ കല്യാണ ആലോചന കൊണ്ട് വന്നതല്ല. നീ ഏതോ ഒരു ചെക്കനെ ഹോട്ടലിന്റെ മുൻപിൽ നിന്ന് അടിക്കാൻ പോയത്രേ, അത് ചോദിക്കാൻ വന്നതാ. എന്താടി സംഭവം? അമ്മേ, ഞാൻ ഹോട്ടലിന്റെ മുന്നിൽ നിന്ന് ആരെയും അടിച്ചിട്ടില്ല, അടിക്കാൻ കൈ ഓങ്ങിയിട്ടുണ്ടായിരുന്നു. രാഘവേട്ടനോട് ആരാ പറഞ്ഞേ? നീ അടിക്കാൻ പോയ ചെക്കൻ തന്നെ പറഞ്ഞു. അവൻ എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. നീ എന്തിനാ മോളെ അങ്ങനെ ചെയ്തത്? ഇനിയിപ്പോ അവരതിൽ പ്രശ്നം ഉണ്ടാക്കോ രാഘവേട്ട? അവന്റെ അച്ഛൻ പോലും ഇവിടെ ഇല്ല. നീ ആൺകുട്ടിയല്ല, പെൺകുട്ടിയല്ലേ? നീ ചെക്കന്മാരെ എന്തിനാ അടിക്കാൻ പോയതാ? എന്നിട്ട് എന്ത് പറഞ്ഞു രാഘവേട്ട അവര്? പ്രശ്നമാക്കുന്ന അവിടെ ഇരിക്കട്ടെ, നിന്റെ മോളുടെ അടുത്ത് ആദ്യം ചോദിക്ക്, എന്തിനാ അവനെ അടിക്കാൻ പോയിന്ന്. അമ്മേ, അതെന്താണെന്നറിയോ? കുറച്ച് ദിവസമായി ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്നെ ഇഷ്ടമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ എന്നെ പിറകെ നടന്ന് ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പൊ അവൻ്റെ അടുത്ത് ഞാൻ തുറന്ന് പറഞ്ഞതാണ് എനിക്കിപ്പോൾ താല്പര്യമില്ല, ഇഷ്ടമല്ല എന്നുള്ളതും. പിന്നെ ഇന്ന് വീണ്ടും അവർ റോഡിൽ വെച്ച് ചോദിച്ചപ്പോഴാണ് ഞാൻ കയ്യോങ്ങിയത്. ഇപ്പൊ മനസ്സിലായോ രാഘവേട്ട? എന്റെ മോള് വെറുതെ ഒരാളെ ഒന്നും ചെയ്യില്ല എന്നുള്ളത്. അവനങ്ങനെ റോഡിൽ വെച്ചിട്ട് കല്യാണം ആലോചിക്കാൻ വരിക? അപ്പൊ നല്ല പയ്യനാളെ അങ്ങനെ ചെയ്യോ? എന്റെ വഞ്ചേ, ആ പയ്യനെ വേണ്ടിട്ട് നിന്റെ മോളെ പെണ്ണാലോചിക്കാൻ വേണ്ടി ഞാൻ 3 വർഷം വന്നിട്ടുണ്ട്. അയ്യോ രാഘവേട്ട, നിങ്ങൾ ഒരു കാര്യം ചെയ്, ആ പയ്യനോട് നേരിട്ട് ഇങ്ങോട്ട് വരാൻ പറയും. ഇവിടെ വെച്ചിട്ട് ഞാൻ ഇവളോട് മാപ്പ് അറിയിപ്പിക്കാം. ഞാൻ വരാൻ പറയാണ്ട് പോവാന്നും വേണ്ട, അവൻ ഇവിടത്തെ ഉണ്ട് കാറില്ല. ഞാൻ വിളിച്ചാൽ മതി, പോരും. ഇവിടെ മോനെ, നീ ധൈര്യമായിട്ട് വാ കേട്ടോ. ഓക്കെ. അമ്മ എന്തിനാ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്? ഞാൻ അവൻ്റെ അടുത്ത് മാപ്പൊന്നും പറയില്ല. ഞാൻ അതിന് മാത്രമുള്ള തെറ്റൊന്നും ചെയ്തിട്ടുമില്ല. എടേ, നിന്നിപ്പോ അവൻ ദിവസം കാണും. 2 പ്രാവശ്യം ഇവിടെ ആലോചന കൊണ്ട് വരുകയും ചെയ്തു. അപ്പൊ അവൻ ചോദിച്ചിട്ടുണ്ടാവും കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടാന്ന്. ഞാൻ പിന്നെ അടിക്കാൻ പോവുക? അയ്യോ മോനെ, മോൻ വാ, കേറ്. ഇവളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഇവിടെ വെച്ചൊരു മാപ്പ് അറിയിപ്പിക്കാൻ പറഞ്ഞിട്ടാ. വാ മോനെ, കേറിയിരിക്കും. അയ്യോ, മാപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല. സംഭവം എൻ്റെ ഭാഗത്ത് തന്നെ തെറ്റ്. എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണ്. ഞാൻ രാഘവേട്ടനോട് പെണ്ണാലോചിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2-3 പ്രാവശ്യം വന്നവർ ചോദിച്ചപ്പോഴേ
ഇപ്പൊ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് അവര് പറഞ്ഞത്. അപ്പൊ അതിന്റെ കാരണം എന്താ ചോദിക്കാൻ വേണ്ടി പോയതാണ്. എടോ സോറി കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചോദിക്കുന്ന റോട്ടിൽ നിന്നാണോ? ഞാൻ 2-3 പ്രാവശ്യം വേണ്ട വേണ്ട പറഞ്ഞല്ലേ, പിന്നെ ഇതിന് പുറകെ വന്നേ? മോളെ ഇങ്ങനെ പറയാനൊന്നുമില്ല. അവൻ നാടിന്റെ തറവാട്ടുകാരാ, അവന് നല്ല ജോലിയുണ്ട്. മോളെ കണ്ട പുസ്തകമായി. മോൻ എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നത്? കേറിയിരിക്കേ. സാറല്ലേ ഞാൻ നോളാം. ഇയാൾക്കിപ്പോ കല്യാണത്തിന് തീരെ താല്പര്യമില്ലാന്നു അല്ലേ? ആ മോനെ ഇതുവരെ അവൾക്ക് താല്പര്യമില്ല. അന്ന് ഇനി അവൾക്ക് താല്പര്യം ഉണ്ടാകും. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. അല്ല രാഘവേട്ട, പിന്നെ ഒരു മോളല്ലുള്ളൂ ഞങ്ങൾക്ക്. അവളുടെ അച്ഛനും ഗുജറാത്താ ജോലി. അപ്പോൾ അവള് കല്യാണം കഴിച്ച് പോയാൽ അച്ഛനും അമ്മയും ഒറ്റപ്പെടില്ല. ആ ടെൻഷനാണ് പെൺകുട്ടിക്ക്. മോൻ്റെ കുടുംബവും വീട്ടുകാരനും മോൻ ഇവിടെ ഇഷ്ടമാണെങ്കിൽ വീട്ടുകാരൻ എല്ലാവരും വരാൻ പറഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ആലോചിക്കാം. അല്ല മോളെ? ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? മോനെ ഇനി ഒന്നും നോക്കാനില്ല രാഘവേട്ട. എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടവനെ. പെട്ടെന്ന് റോട്ടിൽ വെച്ച് പറഞ്ഞപ്പോഴേ അതിൻ്റെ ഒരു ഇതാണ് മോനെ. മോനൊന്നും മനസ്സിൽ വെക്കരുതേ. എന്തായാലും ഞാൻ വലിയ അച്ഛനെ വിളിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പറയാം. മോൻ വീട്ടുകാരനേക്ക് ഒന്ന് വരാൻ പറയും. നമുക്ക് എന്തായാലും ഈ കല്യാണം നടത്താം. അല്ല കുട്ടിക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഈ ഞായറാഴ്ച വീട്ടുകാരെ കൂട്ടി ഇങ്ങോട്ട് വരാം. ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. മോൻ കൊണ്ട് അറിഞ്ഞൂടെ? വഞ്ചേ ഞങ്ങൾ ഞായറാഴ്ച വരാം. ആയിക്കോട്ടെ മോനെ, കയറിയിരിക്കും. ചായ എടുക്കട്ടെ? അയ്യോ ഇപ്പൊന്നും വേണ്ട, എന്തായാലും ഞായറാഴ്ച വരുന്നുണ്ടല്ലോ. എന്നാ രാഘവേട്ട ഇറങ്ങിയാലോ? എന്നാ ശരി. ശരി വഞ്ചേ. ശരി എന്നാ. ശരി എന്നാ. ശരി മോനെ. ഓ ഇവിടെ ഒരു സമാധാനമായത്. അവളുടെ അച്ഛനെ വിളിച്ച് ഞാൻ വേഗം പറയട്ടെ. മോനെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 5-6 മാസമായില്ലേ. പിന്നെ അവൾക്കും 10-31 വയസ്സായി, മോനും 10-34 വയസ്സായില്ലേ. അപ്പം മക്കളുടെ കാര്യം നോക്കണ്ടേ? ഒന്ന് ഡോക്ടറെ കാണിക്കുക. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുക വയസ്സ് കൂടിക്കഴിഞ്ഞാൽ മക്കളുണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്ന ആൾക്കാർ. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്കൊരു പേടി. എന്ന് പറയാനും പറഞ്ഞതാ. അമ്മ എന്തായി പറയുന്നത്? മീനു അമ്മയോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല മോനെ, അവൾ എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. എന്താ കാര്യം? അത് ശരി. അമ്മ മീനു പ്രഗ്നന്റ് ആണ്. ഇതിപ്പോ ഇന്നാ രാവിലെയാണ് കൺഫേം ആയത്. അപ്പൊ തന്നെ ഞാൻ അമ്മനെ വിളിച്ച് പറയാൻ പറഞ്ഞതാ. മീനു പറഞ്ഞതാ ഇവിടെ വന്നിട്ട് നേരിട്ട് പറയാതെ. അതിനല്ലേ ഇപ്പൊ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത്. ആണോ മോനെ? അന്ന് അവൾ എത്ര നേരം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ ഈശ്വരാ. അമ്മേ ഞങ്ങളിവിടെ എത്തിയല്ലേ ഉള്ളൂ, അപ്പൊ അതൊക്കെ പറയാന്ന് വെച്ചിട്ടാ. എൻ്റെ പൊന്നു മോളെ, നിനക്കൊന്ന് എൻ്റെ അടുത്ത് പറഞ്ഞൂടെ? ഞാനാകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എങ്ങനെ എൻ്റെ മോൻ്റെ അടുത്ത് സൂചിപ്പിച്ചതാ. മോനെ എന്നാ പിന്നെ ഇവിടെ കുറച്ച് നിന്നോട്ടെ അല്ലേ? ഇപ്പൊ റെസ്റ്റ് ആവശ്യം ഉണ്ടാവില്ലേ? നല്ല ആളാ, അതിനൊന്നും ഏട്ടൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഏട്ടനെ കാണാതെ ഞാനും ഇരിക്കില്ല. അല്ല മോനെ, ആദ്യത്തെ 2-3 മാസമേ അങ്ങനെ ശരീരം ഒന്നും ഇളകാൻ പറ്റില്ലല്ലോ. അത് കാരണം ഞാൻ പറഞ്ഞത്. അതിന് അമ്മ ടെൻഷൻ എടുക്കുന്നത് വേണ്ട. ഇവിടെ കൊണ്ട് ഒരു പണി ചെയ്യിപ്പിക്കില്ല. അമ്മേന്റെ മോളെ ഞാൻ പൊന്നു പോലെ നോക്കുന്നുണ്ട്. പോരെ? മോനിരിക്കി, അമ്മ ഒരു ചായ എടുത്തിട്ട് വരാം. വാ മോളെ. നീ ഇത്രയും നല്ലൊരു കുട്ടിനെയാണോ മോളെ വേണ്ടെന്ന് പറഞ്ഞത്? അമ്മ എനിക്കറിയോ ഏട്ടൻ ഇത്രയും നല്ലതായിരുന്നു എന്ന്. എന്തായാലും എൻ്റെ മോള് ഭാഗ്യവതിയാ. എപ്പോഴും സന്തോഷമായത്.